ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തം എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനെ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തിയെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ എന്തുണ്ട്? ശാന്തിയുണ്ട്. ഭഗവാനുണ്ടെങ്കിൽ ശാന്തിയുണ്ട്. ഭഗവാന്റെ സ്വരൂപം ശാന്തിയാണ്. ഇനി ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ്, സന്തോഷം ഭഗവാന്റെ സ്വരൂപമാണ്. നാരായണീയം പഠിക്കുന്ന നിങ്ങൾ വിഷ്ണുവിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിലൂടെ അതല്ലേ സൂചിപ്പിക്കുന്നത്? സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ഭഗവാന്റെ സ്വരൂപമാണ് ആനന്ദം എന്നുള്ളത്. ഇനി സ്വസ്ഥത എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. സംതൃപ്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. ഇതെല്ലാം ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടത്, ശാന്തി, സമാധാനം, സ്വസ്ഥത, സംതൃപ്തി, സന്തോഷം ഇതെല്ലാം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിനെ അനുഭവിക്കാൻ ഈശ്വരൻ തന്നിരിക്കുന്ന ഉപകരണമാണ് ഏത്? മനസ്സെന്ന് പറയുന്ന ഉപകരണം. എപ്പോ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുവോ ഉള്ളിലിരിക്കുന്ന ശാന്തിയെ നമുക്കാർക്കും അറിയാൻ സാധ്യമല്ല. എപ്പോ മനസ്സ് ശാന്തമാകുന്നുവോ അപ്പോൾ നമുക്ക് ശാന്തി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്വസ്ഥമായൊരു സന്ദർഭം, നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല, നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനുമില്ല ഭഗവാന്റെ മുന്നിൽ. ഒന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ സ്വാമി അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ ആ മനസ്സ് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നവരെയാണ്. ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശാന്തിയെ അനുഭവിക്കുന്നവരെയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ, കുറേ വിഷമങ്ങൾ ഗുരുവായൂരപ്പനോട് പറയാനുണ്ട് അല്ലെങ്കിൽ ഭഗവാനോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുക, അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. മനസ്സ് സമ്മതിക്കില്ല. അങ്ങനെ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങും. ഗുരുവായൂരപ്പ മോളുടെ കാര്യമൊന്നും ശരിയായില്ല, ഗുരുവായൂരപ്പ മോന്റെ കാര്യമൊന്നും ശരിയായില്ല, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നോക്കുണ്ടോ കൊള്ളാം എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത ആളിലേക്ക് ശ്രദ്ധ പോയോ എന്നുള്ളത്. നമുക്കൊരു വിശ്വാസം വരില്ല ഭഗവാനില്. ശരിയല്ലേ പറയുന്നത്? ശ്രദ്ധിക്കൂ നിങ്ങൾ. നമുക്കൊരു ഡിമാൻഡുകളും ഇല്ലെങ്കിൽ മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുകളടച്ച് ഇരിക്കാൻ സാധിക്കുന്നവരെയാണ്. അപ്പോ എവിടെയായിരുന്നു ശാന്തി? എവിടെയായിരുന്നു സ്വസ്ഥത? എവിടെയായിരുന്നു സന്തോഷം? നമ്മളിൽ തന്നെ എപ്പോഴുമുണ്ട്. അപ്പൊ ഇത് അനുഭവിക്കാനുള്ള ഉപകരണമാണ് മനസ്സെങ്കിൽ ഇനി ശ്രദ്ധിക്കണേ, ഇതിനെയാണ് യോഗ എന്ന് പറയാം. യോഗ എന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയും. പലപ്പോഴും യോഗ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുക തലകുത്തി നിൽക്കലാണ്. എന്നുവെച്ചാൽ ശീർഷാസനം, പല ആസനങ്ങൾ ചെയ്യുന്നതിനെയാണ് യോഗ പറയും. ഒരാളിങ്ങനെ രാവിലെ തന്നെ തലകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ യോഗ ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അതിന് യോഗ എന്നല്ല പറയുക, അതിന് ആസനങ്ങൾ എന്നാണ് പറയുക. പല ആസനങ്ങൾ. യോഗ എന്ന് പറയുന്നത് മനസ്സിനെ അവനവരിലിരിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് യോഗ എന്ന് പറയാം. ഇങ്ങനെ ആരാണോ പരിശീലിപ്പിക്കുന്നത് അവർക്ക് ദുഃഖത്തെയും സുഖത്തെയും ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് കപിലൻ പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു യോഗ ആധ്യാത്മികത. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിക്ക് വേണ്ടി പോകരുത്, മനസ്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോകണം. അവിടെ എത്ര ബഹളമുണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സിനെ അല്പനേരം സ്വസ്ഥമാക്കിയിട്ട് അവനവനിലിരിക്കുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പരിശീലിപ്പിക്കുക. അങ്ങനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എവിടെയിരിക്കുന്നു? ഈശ്വരനിലിരിക്കുന്നു. ആ ഈശ്വരൻ എവിടെയിരിക്കുന്നു? എന്നിലിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല, പലർക്കും വ്യക്തമല്ല. ഈശ്വരൻ എവിടെയിരിക്കുന്നു വെച്ചാൽ മനസ്സിലിരിക്കുന്നു പറയും. മനസ്സെവിടെയിരിക്കുന്നത്?
മനസ്സുണ്ട് എന്ന് പറയണമെങ്കിൽ പോലും ആര് വേണം? ഒരു ഈശ്വര ചൈതന്യം നമ്മളിൽ വേണം. ഈശ്വര ചൈതന്യം നമ്മളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സ്, എനിക്കൊരു മനസ്സ് എന്നൊക്കെ പറയാൻ സാധിക്കൂ? ഇന്നേ വരെ മരിച്ചുപോയ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സുണ്ട്, എന്റെ ഒരു മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന്. അപ്പൊ ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ഈശ്വര ചൈതന്യത്തിലിരിക്കുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ശരീരം, മനസ്സ്, ഈശ്വര ചൈതന്യം, ഇത് ശരിക്കും മനസ്സിലാക്കും നിങ്ങൾക്ക്. ഇത് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധ്യാത്മികത ക്ലിയറായി. ഇപ്പോൾ ഞാനും നിങ്ങളും ആണായും പെണ്ണായിരിക്കുന്നു. പ്രായമുണ്ട്, പലതുമുണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലതും. ഈ ശരീരം പെണ്ണാണെന്നും ഇതിനിത്ര പ്രായമുണ്ടെന്നും ഇതിന് വിഷമങ്ങളുണ്ടെന്നും ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? മനസ്സിലൂടെയാണ്. മനസ്സുണർന്നില്ലായിരുന്നുവെങ്കിൽ, മനസ്സ് ചിന്തിക്കുന്നില്ല എങ്കിൽ ഞാനൊരു പെണ്ണാണെന്നോ എനിക്ക് ഇത്രയും പ്രായമുണ്ടെന്നോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ടെന്നോ അറിയാനോ മനസ്സിലാക്കാനോ ആർക്കും സാധ്യമല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ശരീരം എവിടെയിരിക്കുന്നത്? ശരീരം ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്, ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്, ശരീരത്തിന്റെ വിഷമങ്ങൾ അറിയാൻ സാധിക്കുന്നത്, ശരീരത്തിലൂടെ അനുഭവങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ മനസ്സിലൂടെയാണെങ്കിൽ ശരീരം ഇരിക്കുന്നത് മനസ്സിലാണ്. ശരീരത്തെ കാണാൻ സാധിക്കും, മനസ്സിനെ കാണാൻ സാധ്യമല്ല. അതായത് സ്ഥൂലമായ ശരീരം ഇരിക്കുന്നത് സൂക്ഷ്മമായ മനസ്സിലാണ്. ഇനി മനസ്സുണ്ടെന്ന് പറയണമെങ്കിൽ ഈ ശരീരത്തെ ചൈതന്യവത്താക്കാൻ ഒരു ഈശ്വര തേജസ് നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ. എപ്പോ ഈ ശരീരത്തിൽ ഈശ്വര ചൈതന്യം ഇല്ലയോ പിന്നെ ഒരു മനസ്സുണ്ടെന്നോ ആ മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ എനിക്ക് സാധ്യമല്ല. അപ്പൊ മനസ്സെവിടെയിരിക്കുന്നു? ഈശ്വരനിലിരിക്കുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ഉറക്കത്തിൽ മനസ്സ് പോലും സൂക്ഷ്മമാണ്. ഉറക്കത്തിൽ നമുക്ക് ചിന്തകളില്ല, പക്ഷെ മനസ്സുണ്ടവിടെ. അതുകൊണ്ടാണ് നമ്മളെ കുലുക്കി വിളിച്ചാൽ, തട്ടി വിളിച്ചാലൊക്കെ നമുക്ക് ഉണരാൻ പറ്റുന്നത്. മനസ്സ് വളരെ സൂക്ഷ്മമായിട്ട് അവിടെ ലയിച്ചു കിടക്കുന്നത്. മനസ്സ് ചിന്തിക്കാതിരിക്കുമ്പോഴും നമുക്ക് ഉണരാൻ സാധിക്കുന്നത്, മനസ്സിന് ചിന്തിക്കാൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ഉറക്കത്തിൽ ശരീരബോധമില്ല, മനസ്സ് ചിന്തിക്കുന്നില്ല, അപ്പോഴും ഈശ്വര ചൈതന്യമുണ്ടെങ്കിൽ മനസ്സെവിടെയിരിക്കുന്നു? ഭഗവാനിലിരിക്കുന്നു. തർക്കമില്ല. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പൊ ശരീരം, ആ ശരീരം ഇരിക്കുന്നത് മനസ്സിൽ, മനസ്സിരിക്കുന്നത് ഭഗവത് ചൈതന്യത്തിലാണ്. ഇത്രയും നല്ലവണ്ണം വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രശ്നം നമ്മൾ പരിഹരിക്കപ്പെട്ടു. എന്താണത്? ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. ആ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. എപ്പോ മനസ്സത് വിടുന്നുവോ പിന്നെ ശരീര സംബന്ധമായ ഒരു പ്രശ്നവും നമ്മളെ അല്പം പോലും അലട്ടുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? ഉറക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് 100,000 ഫ്രാക്ചർ ഉണ്ടെങ്കിലും 100,000 പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരീരമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നം പോലും നമ്മളെയൊന്നും അല്പം പോലും ബാധിക്കുന്നില്ല. അപ്പൊ എപ്പോഴാണ് നമുക്കിതൊക്കെ ഉള്ളത്? ഉണർന്നു വരുമ്പോഴേ ഉള്ളൂ. ഉണർന്നു വരുമ്പോഴും എപ്പോഴാണ് ഉള്ളത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണുള്ളത്. നിങ്ങൾ TV കാണുന്ന സമയത്ത് നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് മറയും നമ്മൾ. പ്രത്യേകിച്ച് ഇന്ദുമുഖി ചന്ദ്രമുഖി കഴിഞ്ഞ എനിക്കറിയില്ല, സീരിയലൊന്നും കാണാത്ത ആളാണ്. അതുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പറയുകയാണ് ഏതൊക്കെ സീരിയൽ കുട്ടികളുടെ അടുത്തുനിന്ന് നമുക്ക് സ്റ്റഫ് കിട്ടുക. അപ്പോ ഇപ്പൊ ഉണ്ടത്? ആ സീരിയലുണ്ടോ? ഉണ്ട്. ശരി, അപ്പൊ തെറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സീരിയൽ കാണുന്നെങ്കിൽ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീരിയലായിരിക്കും അത്, മരുമകളുടെ കഥയാണെന്ന് പറഞ്ഞിട്ട്. ശരിയായാലും ഇങ്ങനെയൊക്കെയുള്ള സീരിയൽ കാണുമ്പോൾ കുറച്ചു നേരത്തെ നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, പറയാൻ പറ്റില്ല. അപ്പോ അതിലേക്ക് ചിന്തിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നത്. അതുകൊണ്ടമ്മേ എല്ലാ പ്രശ്നങ്ങളും എവിടെയിരിക്കുന്നു? അടുത്ത ശ്ലോകത്തിൽ അതാ പറയുന്നത്, ചേതക്കലസദന്തായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഈ കാപിലയോപാഖ്യാനുണ്ടല്ലോ, ശരിക്കും നല്ലൊരു ശാസ്ത്രമാണ്. ഇതിനൊരു മനഃശാസ്ത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മളെ എടുത്തെടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചു തന്ന് അപ്രകാരം നമ്മളെ ചിന്തിക്കാൻ തയ്യാറായാൽ
തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ ഒരുവിധം മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പറയുന്നു, അമ്മയെ ചേതഹ, മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. വളരെ ശ്രദ്ധിക്കണേ, മനസ്സിലെ ചിന്തകളാണ് നമ്മളെ എല്ലാ തരത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഏത് ചിന്തകള്? ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയെ. ഒരേ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ സ്വസ്ഥരാക്കാം, ഒരേ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ അസ്വസ്ഥരാക്കാം. ജീവിതത്തിൽ സ്വസ്ഥത വേണം എന്നാഗ്രഹിക്കുന്നവര്, സമാധാനം വേണം എന്നാഗ്രഹിക്കുന്നവര് തന്നോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എന്താണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത്? ഈ ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് എന്താ വേണ്ടത്? സമാധാനമാണോ അസമാധാനമാണോ? എനിക്ക് എന്താ വേണ്ടത്? അസ്വസ്ഥതയാണോ വിഷമങ്ങളാണോ? അസ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ അസ്വസ്ഥത തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോളൂ. സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിക്കണം? ആരെക്കുറിച്ച് ചിന്തിക്കണം? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. അത് തന്നെയാണ് എല്ലാം മാർഗം. സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ, സമാധാനമാണ് വേണ്ടതെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. അതിനെന്ത് വേണം? ഭഗവത് പ്രേമം വേണം. ഏതിനോടാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം അതിലേക്കായിരിക്കും മനസ്സ് പോവുക. അപ്പൊ മക്കളോടാണ് കൂടുതൽ സ്നേഹമെങ്കിൽ മക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും. ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈശ്വര, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോ റിസൾട്ട് എന്തായിരിക്കും, എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടും എന്നറിയില്ല. ഒരു കുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട, ഇപ്രാവശ്യം അച്ഛന്റെ ബഡ്ജറ്റ് ഒന്നും മോശമാവില്ല, അച്ഛന്റെ പണമൊന്നും ചെലവാവില്ല, വളരെ സന്തോഷമായിട്ടിരുന്നോളൂ അച്ഛൻ. അതെന്ത് പറ്റിയടാന്ന്? ഞാനിപ്പോഴും അതേ ക്ലാസ് തന്നെയാണെന്ന്. അപ്പൊ പുതിയ പുസ്തകം അച്ഛൻ മേടിക്കേണ്ടെന്ന്. പുതിയ പുസ്തകം മേടിക്കുമ്പോഴല്ല അച്ഛന് കാശ് ചെലവാവുള്ളൂ. ഒന്നും സംഭവിച്ചില്ല അച്ഛൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മിക്കവാറും ആളുകൾ ഇതൊന്നും ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല. സ്വയം ചോദിക്കൂ ഈ ചോദ്യം. എപ്പോഴെങ്കിലൊക്കെ അസ്വസ്ഥത വരുമ്പോൾ എന്താ ചോദിക്കേണ്ടത്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? സമാധാനമാണ് വേണ്ടതെങ്കിൽ ഇത് ആർക്കാണ് എനിക്ക് തരാൻ സാധിക്കുക? ഇത് തരാൻ സാധിക്കുന്നത് എന്റെ മനസ്സിന് മാത്രമാണെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കണം? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തെന്നാലിരാം എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടാവും. പണ്ട് കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രിസഭയിൽ വിദൂഷകനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന് ഇവിടെ രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ തെന്നാലിരാമൻ, അങ്ങൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരണമെന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാജാവിന്റെ കുതിര തന്നെ കൊടുത്തു. അയാൾ ആ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരു സ്ഥലം വരെ പോയി. അവിടെ പോയി അദ്ദേഹം ഒരാളെ കാണാൻ, രാജാവ് പറഞ്ഞ ആളെ കാണാൻ വേണ്ടി ചെന്നപ്പോ കുതിരപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങി അവിടെ ചെന്ന് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഉടനെ തന്നെ ഒരാൾ വന്നിട്ട് അറിയിച്ചു, ദേ രാമൻ അങ്ങ് വന്ന് കുതിരയെ തട്ടി ആരോ കൊണ്ടുപോയിരിക്കണമെന്ന്. രാമൻ ആദ്യം ഇത്തിരി വിഷമം തോന്നി. രാജാവിന്റെ കുതിരയാണ്, പോയാൽ എത്രയാ ഫൈനൊക്കെ ഇടേണ്ടി വരും. രാജാവിന് കുതിര നഷ്ടപ്പെട്ട്, അത് രാജാവ് സ്ഥിരം ഓടിക്കുന്ന കുതിരയാണ്, അത് ഇവിടെ നിന്നൊക്കെയോ കൊണ്ടുപോകുന്ന എത്രയോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മെരുക്കിയെടുത്ത കുതിരയാണ്, അതിനെ കൊണ്ടു നടക്കുന്ന കുതിരയാണ്. എന്നാൽ രാമൻ ഒരു പരിഭ്രമവുമില്ലാതെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കൈയൊക്കെ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ ഭഗവാനോട് ശിരസ്സൊക്കെ കുനിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ രാജാവ് ചോദിച്ചു, എന്താ രാമൻ അങ്ങ് ചെയ്യണത് എന്ന്. ഞാൻ ആലോചിക്കുകയാണ്, അങ്ങയുടെ കുതിരയെ കട്ടുകൊണ്ടുപോകുമ്പോൾ ഞാനും അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെയും കൂടി കട്ടുകൊണ്ടുപോയില്ലായിരുന്നു എന്ന്. എന്തായാലും ഞാൻ ഭാഗ്യവശാൽ തിരിച്ചെത്തിയല്ലോ, കുതിരയല്ലേ പോയിട്ടുള്ളൂ എന്ന്. രാജാവിന് വളരെ സന്തോഷം തോന്നി. എത്ര നല്ല പ്രാർത്ഥനയാണ്. ഞാനും ആ കുതിരപ്പുറത്തിരുന്നെങ്കിൽ ആ കുതിരയെ കൊണ്ടുപോകുമ്പോൾ ഞാനും പെട്ടുപോകില്ലേ, എന്തായാലും ഭാഗ്യവശാൽ എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്ന്. ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ തോന്നിയില്ലല്ലോ. എന്നിട്ട് അവിടെ വെച്ച് നിർത്തിയില്ലേ പ്രാർത്ഥന. ഈശ്വര, ആ രാജാവ് അങ്ങെത്ര ഭാഗ്യവാനാണ്. ഇന്ന് ആ കുതിര എനിക്ക് തന്നുകൊണ്ടല്ലേ അങ്ങ് രക്ഷപ്പെട്ടത്. അങ്ങേരിക്കുമ്പോഴാണ് ആ കള്ളൻ കട്ടുകൊണ്ടുപോയതെങ്കിലോ ഈ രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെടുകയായിരുന്നില്ലേ എന്ന്. ആ രാജാവ് പൊട്ടനായതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു. അത് നമുക്കൊരു പ്രശ്നത്തെ ഏത് രീതിയിൽ നമ്മൾ കാണുന്നു അതിനനുസരിച്ചായിരിക്കും അത് നമ്മൾ അലട്ട്. നമ്മളതിനെ വളരെ വിഷമിച്ചും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടെടുക്കുമ്പോൾ അത് ആ രീതിയിൽ നമ്മൾ അലട്ടെന്ന് പറയണം. കുട്ടികളില്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു ആത്മദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ. അദ്ദേഹത്തോട് പറഞ്ഞു, 7 ജന്മം അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള യോഗമില്ല എന്ന്. അപ്പൊ ആ സന്യാസിയോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, കുട്ടികൾ ഉണ്ടാവാൻ വല്ല മാർഗവും പറഞ്ഞു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
നോക്കൂ, ഞാൻ പറയുന്നത് പരമാർത്ഥമാണ്. ഇപ്പൊ കുട്ടികളില്ല എന്നൊരു ദുഃഖമേ ഉള്ളൂ. കുട്ടികളായവരോട് ചോദിച്ചു അങ്ങനെ ഇത്ര ദുഃഖം ഉണ്ട് അവർക്കൊക്കെ എന്ന്. അത് വളർന്നിട്ടില്ലെങ്കിൽ ദുഃഖം, അത് പഠിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം. കുറെ കഴിഞ്ഞിട്ട് മുഖത്ത് നോക്കിയിട്ട് അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കെന്ന് പറഞ്ഞാൽ അത് അതിലേറെ ദുഃഖം. ഓരോരോ വിഷമങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് അതിന്റെ കാറ്റ് പോയാൽ അതിലേറെ ദുഃഖം. ഇങ്ങനെയൊക്കെ 100 ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദുഃഖമേ ഉള്ളൂ, അതിൽ ഉറച്ചു നിന്നോളൂ എന്ന് പറഞ്ഞു. അയാൾക്കതൊന്നും കേട്ടിട്ട് തൃപ്തിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, കുട്ടി ഉണ്ടാവാൻ നിങ്ങളുടെ തപസ് കൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ആ സന്യാസി വിചാരിച്ച് ഉപദേശിക്കാൻ പോയതേ അപകടമായിപ്പോയിന്ന്. ഇനി തന്റെ മുന്നിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് ഇയാളുടെ പാപം ഞാൻ എന്തിനു ചുമക്കണം? ഏതായാലും ഇയാൾ കണ്ടുപഠിക്കില്ല, എന്നാലും കൊണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പഴം എടുത്തിട്ട് മന്ത്രിച്ചിട്ട് പറഞ്ഞു, ഇത് ഭാര്യയ്ക്ക് കൊടുത്തോളൂ. പക്ഷേ എങ്ങനെ കഴിക്കണം അതിനും ചില നിയമങ്ങളൊക്കെ പറഞ്ഞു. നുണ പറയരുതെന്ന് ഭാര്യയോട് പറയണം, അടുത്ത വീട്ടിൽ പോയിട്ട് പരദൂഷണങ്ങളൊന്നും പറയരുത്, ഇത്രയും ഭക്ഷണം കഴിക്കാവൂ, വലിച്ചുവാരിയുള്ളതൊക്കെ കഴിക്കരുതെന്നൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങളും നിബന്ധനകളൊക്കെ പറഞ്ഞ് ഇയാളെ പഴം ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഭാര്യ പറയാണ്, അങ്ങനെയൊക്കെ കഴിക്കാൻ തൽക്കാലം എന്നെ കൊണ്ട് പറ്റില്ലയാണ്. കാരണം അടുത്ത വീട്ടിൽ പരദൂഷണം എന്ന് പറയുന്നത് പിന്നെ ഞാനെങ്ങനെ ജീവിക്കാന്ന്. എന്തെങ്കിലുമൊക്കെ നുണ പറയാതിരിക്കാൻ പറ്റൂ? അവർക്കതൊന്നും പറ്റാത്ത കാര്യമാണ്. പിന്നെ പറയാണ് അവര്, ഈ സന്യാസിമാരെ ജപിച്ചു തന്ന പഴല്ലേ, അത് കഴിച്ചിട്ട് ഗർഭം ധരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കുട്ടി മനുഷ്യക്കുട്ടിയാകുമ്പോൾ എന്താ ഉറപ്പ്? ഞാനെങ്ങാനും വല്ല പന്നിക്കുട്ടി അല്ലെങ്കിൽ പുലിക്കുട്ടിയൊക്കെ പ്രസവിച്ചെങ്കിൽ ആൾക്കാർ പറഞ്ഞു നടക്കില്ലേ, ഒരു പന്നിയെ പ്രസവിച്ചവളാണ് ഇവളെന്ന്. നാണക്കേട്, പിന്നെ എവിടെയെങ്കിലും പോണോ? അതോടുകൂടി ജീവിതം തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പഴം കഴിച്ചില്ല എന്നാണ്. അവസാനം സ്വന്തം സഹോദരിയുടെ പുത്രനെ ഭർത്താവ് അറിയാതെ എടുത്ത് വളർത്തി അവസാനം ആ പുത്രൻ ഒരു ദിവസം പിതാവിന്റെ മുഖത്ത് 4 എണ്ണം കൊടുത്ത് പെടച്ചങ്ങോട്ട്. അന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ആ ബ്രാഹ്മണൻ അന്ന് പറഞ്ഞില്ലേ, കുട്ടികളെങ്കിലും ഒരു ദുഃഖമുള്ളൂ വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം ദുഃഖമുണ്ടെന്നുള്ളത്. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. ആ നുണ പറഞ്ഞ അമ്മയ്ക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നൊരു കഥ നിങ്ങൾക്ക് മഹാത്മ്യത്തിന് ബന്ധുകാരിയുടെ കഥയിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നത് അതിനും അപ്പുറത്തേക്ക് കടക്കാൻ നമ്മളാരും തയ്യാറില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എന്തു വേണം? എല്ലാ വിഷമങ്ങൾക്കും കാരണം മനസ്സാണ് എന്ന് നല്ലവണ്ണം ഉറപ്പിക്കണം. ആരുമല്ല, ഒന്നുമില്ലാത്തതുകൊണ്ടല്ല, ഒന്നിനും കുറവുള്ളതുകൊണ്ടല്ല, ആരും വിട്ടുപോയതുകൊണ്ടല്ല, ആരും ഉള്ളതുകൊണ്ടല്ല. എന്റെ ദുഃഖത്തിന് കാരണം മനയേവ, മനസ്സ് തന്നെയാണ്. ഇതാണ് നമ്മൾ ആധ്യാത്മികമായി ആദ്യം പഠിക്കേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ എന്താ എന്റെ വിഷമം ആരോടാ പറയാന്ന്. ഒരാളുടെ അച്ഛൻ മരിച്ചു, അതിന്റെ ശ്രാദ്ധകർമ്മത്തിന് വേണ്ടി അയാൾ ഒരു തീർത്ഥസ്ഥലത്ത് പോയി. അങ്ങനെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം അവിടുത്തെ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, ഇനി പ്രാർത്ഥിച്ചോളൂ എന്ന്. കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, ലോക ലോക സമസ്ത സമസ്ത സുഖിനോ സുഖിനോ ഭവന്തു. ഇത് പറയുന്നതിനിടെ ഇയാൾ ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണെന്ന്. പറഞ്ഞു, ലോകത്തിൽ എല്ലാവർക്കും സുഖവും മംഗളമായിട്ടിരിക്കട്ടെ എന്ന്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, ഇതിൽ നമ്മുടെ ഗോപാലൻ നായർ പെടുമെന്ന് ചോദിച്ചു. ലോകത്തിലെല്ലാവരും പെടുന്നുണ്ട്, ഇതിന്റെ ഗോപാലൻ നായർ പെടുന്നിരിക്കുമെന്ന്. നമ്മൾ ചെയ്തു ഗോപാലൻ നായർ, ഞങ്ങളുടെ വീട്ടിന്റെ വടക്ക് ഭാഗത്തുള്ള ഗോപാലൻ, പിന്നെ അയാൾ പെടാതിരിക്കുമെന്ന്. അപ്പൊ ഇദ്ദേഹം പറയാണ്, എന്നാൽ ഗോപാലൻ നായർ അതിൽ പെടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഈ കേശവൻകുട്ടി പ്രാർത്ഥിക്കില്ല എന്ന്. അതെന്താന്ന് വെച്ചു പറഞ്ഞു, ആ ഗോപാലൻ നായർ കൊടുക്കാനുള്ള കടം എന്റെ അച്ഛൻ ചോദിച്ചത് ഇയാൾ ചീത്ത പറഞ്ഞപ്പോഴാണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്ന്. ഗോപാലൻകുട്ടി കാരനാണ് അച്ഛൻ മരിച്ചത്, അതുകൊണ്ട് ഗോപാലനെ കൂട്ടിക്കൊണ്ടൊരു പ്രാർത്ഥന എനിക്ക് പറ്റില്ല എന്ന്. പിന്നെ എവിടെയാണ് നമ്മൾ നേരാൻ പോകുന്നത്? നമ്മളിതൊക്കെ വീട്ടിൽ നിന്ന് പറയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പക്ഷേ നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറി. പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന്. ചുറ്റുവട്ടുള്ള ആളുകളെ പോലും നോക്കില്ലേ നമ്മൾ. എന്റെ കാര്യം, എന്റെ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പണ്ടൊരാൾ പറഞ്ഞ പോലെ, ഞാനും എന്റെ കെട്ടിയോളും ഓളെ കുട്ടിയോളും മാത്രം നേരിയാൽ മതി, വേറെ ആരും നേരിയാൻ വരുതെന്നാണ്. അപ്പൊ അങ്ങനെ മനസ്സിന്റെ സ്വാർത്ഥത നമ്മളെ പരിമിതപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സാണ് നമുക്ക് വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചേതക്കലസബന്ധായ ആത്മനോമഥ്യം, നമ്മളെ രക്ഷപ്പെടുത്തുന്നതും മനസ്സാണ്, ബന്ധിക്കുന്നതും വേദനിപ്പിക്കുന്നതും മനസ്സാണ്. മനസ്സെങ്ങോട്ട് ട്യൂൺ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും മനസ്സിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി. ഇപ്പൊ നിങ്ങൾ പുഴയിൽ യാത്ര ചെയ്യുന്നു വിചാരിക്കാം, പെട്ടെന്ന് വലിയ വെള്ളവും മറ്റേ മഴ വന്നിട്ട് വെള്ളം കുത്തി ഒഴുകുന്ന വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തൊഴിൽക്കാരനാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒഴുക്കിന് അനുകൂലമായിട്ട് തന്നെ പോവുള്ളൂ. പെട്ടെന്ന്
പെട്ടെന്ന് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്രോസ് ചെയ്താൽ പോകേണ്ടതെങ്കിലും അയാൾ ആ ഒഴുക്കിന് അനുകൂലമായി പോയി പതുക്കെ തോണിയെ ഒരു കരയിലേക്ക് അടുപ്പിക്കും. ഒരുപക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലം വേറെയാണെങ്കിലും അയാൾ കരയിലേക്ക് എത്തിക്കും. കാരണം അയാൾക്ക് അതിന് മാനേജ്മെന്റ് അറിയാം. പെട്ടെന്ന് തോണിയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തോണി മറയുന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഈ കടലിലൊക്കെ യാത്ര ചെയ്യുന്ന ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ കാറ്റിന് അനുകൂലമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകും കുറച്ചു ദൂരം. എന്നിട്ടേ അവർ തോണിയെ അല്ലെങ്കിൽ ബോട്ടിനെ പ്രത്യേക ദിശയിലേക്ക് അടുപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ കാറ്റിന് വിരുദ്ധമായിട്ട് പ്രതികൂലമായി നിന്നു കഴിഞ്ഞാൽ തോണി അവിടെ വെച്ചിട്ട് ബോട്ട് മറഞ്ഞു പോകും. അപ്പൊ അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് പ്രിയാണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിലും നമുക്കൊരു മാനേജ്മെന്റ് അറിയണം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പതുക്കെ കൊണ്ട് മാറ്റി അകറ്റാൻ സാധിക്കുകയാണ്. അതിനങ്ങേയറ്റം വേണ്ടത് വിവേകബുദ്ധിയാണ്. ആ വിവേകബുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭക്തിയിലൂടെ മാത്രമേ വിവേകബുദ്ധി ഉണ്ടാവുള്ളൂ. ഇതാണ് ഗീതയിലൂടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ഭക്തി കൂടുന്തോറും വിവേകബുദ്ധി ഉണ്ടാവുന്നതാണ്. ഗീതയിൽ 10-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം വളരെ മനോഹരമായൊരു ശ്ലോകമാണ്. ഭഗവാൻ പറയും, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ആരാണോ എന്നെ പ്രീതിയോടുകൂടി പ്രേമത്തോടുകൂടി ഭജിക്കുന്നത്, അഹം തേ ദദാമി, ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്. എന്താണ്? ബുദ്ധിയോഗം, വിവേകബുദ്ധി ഞാൻ കൊടുക്കുന്നതാണ്. വിവേകം എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിനെ എങ്ങനെയാണ് താൻ മാനേജ് ചെയ്യേണ്ടത് എന്ന ബുദ്ധി ആ സമയത്ത് നമുക്ക് തരുന്നതാണ്. ശ്രീലങ്ക ഇന്നലത്തെ പത്രം നിങ്ങൾ ആരെങ്കിലും വായിച്ചോന്നറിയില്ല. ബോംബെയിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ഒരു കള്ളനെ പിടിച്ചൊരു കഥ പറയുന്നുണ്ട്. വായിച്ചോന്നറിയില്ല. ഒരു വയസ്സായിട്ടുള്ളൊരമ്മ, പരിചയമുള്ളൊരു അമ്മയാണ്. അവർ സപ്താഹങ്ങൾക്കൊക്കെ ധാരാളം പോകുന്നൊരു സ്ത്രീയാണ്. അവർ അങ്ങനെ അന്തേരിയിൽ അടുത്തുള്ള സ്ഥലത്തുള്ളൊരു അമ്മയാണ്. കേരളക്കാരിയായിട്ടുള്ളൊരമ്മ. അവരെ നടന്നു പോകുന്ന സമയത്ത് ഒരു കള്ളൻ, എങ്ങനെയും ഇവിടുത്തെ പത്രത്തിലെ ന്യൂസ് വന്ന അത്ഭുതം തന്നെയാണത്, അവര് ചെയിൻ പൊട്ടിക്കുകയാണ്. ഇവർ വലിയ സൈസ് തന്നെയാണ്. ഇവരുടെ കയ്യിൽപ്പെട്ട അവന്റെ പണി തീർന്നിട്ടില്ല എന്നുള്ളൊരു അത്ഭുതം ഉണ്ടാവാം. ഇവരുടെ കൂടെ വേറൊരു അമ്മ ഉണ്ട്. അവരൊരിക്കല് ഇവിടെ BRSയിലൊരമ്മ, അവർ കഴിഞ്ഞ കൊല്ലം ബോംബെയിൽ നിന്ന് കുറെ ഗ്രൂപ്പ് ഇവിടെ ഗുരുവായൂരിൽ തൊഴാൻ വന്നു. അപ്പൊ രാവിലെ തന്നെ ആ ദേവീക്ഷേത്രത്തിന് അവിടെ ക്യൂ നിൽക്കുകയാണ് അവര്. ഇവര് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് ഓഫ് നേഴ്സാണ് ഈ അമ്മ. ഇവരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കള്ളൻ ഓടി വന്നിട്ട്, ചെറുപ്പക്കാരൻ തമിഴൻ പയ്യൻ ഓടി വന്നിട്ട് ഇവരുടെ കഴുത്തിൽ 4-5 പവന്റെ മാലുണ്ട്, ഒറ്റ പൊട്ടിക്കല്. ഇടയ്ക്ക് ഈ അമ്മ എന്ത് ചെയ്തു? ഇവനെ ഒരൊറ്റ പിടുത്തം പിടിച്ചങ്ങോട്ട് അമർത്തിയെന്ന് മാത്രമല്ല, ഇവൻ ഉച്ചത്തിൽ കരയാണ്, അയ്യോ ഇവരെന്നെ കൊല്ലുന്നേ. ഇവര് ശ്വാസം മുട്ടി ഇവരുടെ പിടുത്തമുണ്ട്. അത്രയും ശക്തിയുള്ള പിടുത്തം. 2 പെട വെച്ചു കൊടുത്തടാ, പോലീസുകാരോ നിനക്ക് തരില്ല, ഞാൻ തന്നെ തരാന്ന് പറഞ്ഞിട്ട് അവനവിടെ വീണൊക്കെ കാലൊക്കെ പൊട്ടിയിട്ട് എന്നിട്ട് അവർ പറയാണ്, ആ സമയത്ത് ഗുരുവായൂരപ്പൻ എന്നെ തോന്നിച്ചതാണ് അവനെ പിടിച്ച് 2 പെട കൊടുക്കണമെന്ന്. ഒരു സ്ത്രീയാണത് ചെയ്തത്. ഇതുപോലെ ഈ അമ്മയും ഇന്നലെ ഒരു കള്ളനെ പിടിച്ച കഥ പത്രത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് അവരെ പിടിക്കാൻ തോന്നിയത് എന്ന്. പറഞ്ഞതെല്ലാം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമാണ്. ആ സമയത്ത് തോന്നുക എന്നുള്ളതൊരു അനുഗ്രഹമാണത്. അങ്ങനെ തന്നെ നിങ്ങൾ പത്രം ശ്രദ്ധിച്ച് വായിച്ചാൽ അവരത് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു എന്നറിയില്ലേ നിങ്ങൾ? ഭഗവാന്റെ അതാണ് ആ വിവേക ബുദ്ധി പറയുന്നത്. സമയത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ നമുക്ക് തോന്നണം. ആ തോന്നൽ വരണമെങ്കിൽ ഭഗവാൻ തന്നെ തോന്നിക്കണം എന്നാണ്. ശ്രീലങ്കയിൽ ഈ സുനാമി വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അറിയില്ല, ഇതുപോലൊരു അനുഭവം പറയും. ഒരു ഫാമിലി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോ അച്ഛൻ ചെറിയ മകളോടും പറയാണ്, ലെറ്റ് us go, നമുക്ക് വേഗം പോവാ, കടൽ വെള്ളത്തിൽ കളിക്കാൻ, എന്താ വെള്ളം കയറി വരുന്നുവെന്ന്. അപ്പൊ അവർക്ക് തോന്നിയത് വെള്ളം കയറി വരുന്നത് എന്തോ ഒരു ഉത്സവം പോലെയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഭാര്യയും അവർ കുറെ പോഷായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്. അപ്പൊ ഈ പെൺകുട്ടി പറയാണ്, അച്ഛൻ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടുന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ജനവാതിലിന്റെ അടിയിൽ നിന്നുകൊണ്ട് നോക്കുകയാണ്. കുട്ടി നോക്കുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയും സഹോദരനും വെള്ളത്തിൽ കളിക്കുകയല്ല ചെയ്യുന്നത്, വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ്. കുട്ടി ഉച്ചത്തിൽ അലറുമ്പോഴേക്കും ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ വെള്ളം വന്ന് ഹോട്ടലിൽ ഇരിക്കുന്നവരൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വെള്ളം ഇങ്ങനെ കയറി വരികയാണ്.
ആ സമയത്ത് കുട്ടി പിടുത്തം വിട്ടില്ല. എല്ലാ ഇതിലങ്ങനെ കുട്ടി പിടിച്ചു നിന്നു, ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട്. കാരണം അച്ഛനും അമ്മയും മരിക്കുന്നതാ കുട്ടി കാണുന്നത്, വെള്ളം കുടിച്ച്. പിന്നെ അച്ഛനും അമ്മയും കാണുന്നില്ല, പിന്നെ എവിടെ നോക്കിയാലും വെള്ളം. അപ്പോഴേക്കും ഫയർഫോഴ്സ്, എയർഫോഴ്സ് എല്ലാവരും വന്ന് ഓരോ ഹോട്ടലിലും തപ്പാൻ നോക്കി. കാരണം 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഹോട്ടലാണ്. എങ്ങനെ ഈ കുട്ടിയെ അവർ ജനവാതിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ട് വരുന്നു. വേഗം കുട്ടിയെ റെസ്ക്യൂ അവർ ടീം വന്നിട്ട് രക്ഷിച്ച്. കുട്ടി 2-3 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. അച്ഛന്റെ മരണം നേരിട്ട് കാണാനാണ്, അമ്മയുടെയൊക്കെ മരണം. അത് കണ്ട കുട്ടി 3-4 ദിവസം കഴിഞ്ഞ് അവർ അതൊക്കെ ഉണർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, കുട്ടിയോട് ആരാ അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞത് എന്ന്. കുട്ടി പറയാണ്, എന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തോന്നി, എനിക്ക് പോവണ്ട അവിടെ നിന്ന് നോക്കിയാൽ മതിയെന്ന്. നോക്കൂ, വാസ്തവത്തിൽ ഇതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. തോന്നേണ്ട സമയത്ത് തോന്നണം. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുന്ന സമയത്ത് നമുക്ക് തോന്നണം, അയ്യോ ഈശ്വരപ്പ എന്റെ മനസ്സ് ദുഃഖിക്കുകയാണ്, അസ്വസ്ഥാവാണ്, എന്ന് എനിക്ക് ഉയരാൻ സാധിക്കണമെന്ന്. ആ സമയത്ത് തോന്നണമെങ്കിൽ എന്ത് വേണം? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. തഥാ പുരുഷമാത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനമഖണ്ഡിതം. ആ ഭഗവാനെ തന്നെ പ്രേമത്തോടുകൂടിയിട്ട് ദിവസവും സ്മരിക്കണം. ഭഗവത് പ്രേമത്തിൽ ജീവിക്കണം. എന്തിനാ നമ്മൾ ഭഗവാനെ പ്രേമിക്കുന്നത്? കാരണം ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ പ്രേമിക്കാൻ പറ്റുന്നത്, സ്നേഹിക്കാൻ പറ്റുന്നത്. എന്റെ ഭർത്താവിനെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ ഈശ്വരന്റെ സാന്നിധ്യം വേണം. എന്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ ഈശ്വരന്റെ സാന്നിധ്യം വേണം. എന്റെ മക്കളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ ഈശ്വരന്റെ സാന്നിധ്യം വേണം. ഈ ബോധം എപ്പോഴും വിടാതെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വര അവിടുന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ്, ശവമാണെന്നുള്ള ബോധ്യമുണ്ടാവണം. അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നതെങ്കിൽ ആദ്യം ഞാൻ സ്നേഹിക്കേണ്ടത് അങ്ങയെയാണ്. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ മറന്നു പോകരുത് എന്ന് നമുക്ക് ബോധ്യം വേണം. അങ്ങനെ ആ ഭഗവത് സ്നേഹം അത് താനെ ഉണ്ടാകുമോ? ഭഗവാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. മക്കളെ സ്നേഹിക്കാൻ, കാരണം കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ നൊന്ത് പ്രസവിച്ചതാണ്. ഒരച്ഛനും അമ്മയ്ക്കും മക്കളെ സ്നേഹിക്കാൻ പറ്റും, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റും. കാരണം തനിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവളാണ് ഭാര്യ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നതാണ്, തനിക്ക് ജീവിതം തന്നവനാണ് ഭർത്താവ്. അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കണ്ടുകൊണ്ട് പറ്റുന്നവരെയാണ്, അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ട് സാധിക്കുന്നവരെയാണ്. കണ്ണില്ലാത്തവനായാലും സ്പർശിച്ചറിയാലോ. ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ ആ സ്നേഹം ഉണ്ടാക്കാൻ പറ്റും? ഭഗവാനെ സ്നേഹിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്ന് പറയാണ്. എന്താണത്? ജ്ഞാനവൈരാഗ്യയുക്താത്മാ ഭക്തിയുക്തേന പരിപശ്യതുദാസീനം പ്രകൃതിം ചഹദോജസം. ആദ്യം ജ്ഞാനം വേണമെന്ന് പറയാണ്. എന്താ ജ്ഞാനം? ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് എന്നിൽ ശ്വാസോച്ഛ്വാസവും ശബ്ദവും കൈയും കാലും എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. ഹാർട്ടുള്ളതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഭഗവാനുള്ളതുകൊണ്ടാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ടോ പുറത്തേക്ക് പോകുന്നതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഭഗവാനുള്ളതുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസം നടക്കുന്നതെന്ന് ബോധ്യം നല്ലവണ്ണം അറിവിലൂടെ ഉറപ്പിച്ചു വെക്കണം. പിന്നെയോ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ തളരാതെ ജീവിക്കാം. വൈരാഗ്യം എന്നുള്ളതിന് ശക്തി എന്നാണ് അതിനർത്ഥം. പലപ്പോഴും വൈരാഗ്യം എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറയുക വിരോധം എന്നാണ്. മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ. എനിക്ക് അയാളോട് വൈരാഗ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറയാം, എനിക്ക് അയാളോട് വിരോധാണെന്നാണ്, ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണെന്ന്, എന്തോ ഞങ്ങൾ തമ്മിൽ വൈരാഗ്യം വന്നു, അങ്ങനെയല്ലേ പറയാം നമ്മൾ. സംസ്കൃതത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം. ഭക്തിയുണ്ടെങ്കിൽ ശക്തിയുണ്ട്, ഭക്തിയിലേ ശക്തിയുള്ളൂ. ഭക്തി കുറയുന്നതുകൊണ്ടാണ് ശക്തി കുറയുന്നത്. ഇതാണ് പാഞ്ചാലിക്കും അതുപോലെ തന്നെ പ്രഹ്ലാദനൊക്കെ സാധിച്ചത്. ഭക്തി കൂടിയതുകൊണ്ടാണ് ലോകം മുഴുവൻ കീഴടക്കിയ ഹിരണ്യകശിപുവിന്റെ മുന്നിൽ തളരാതെ പ്രഹ്ലാദന് നിൽക്കാൻ സാധിച്ചത്. ഉയർന്ന ഭക്തിയുള്ളതുകൊണ്ടാണ് എല്ലാവരും നിറഞ്ഞിരിക്കുന്ന സഭയിൽ തന്നെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ തളരാതിരിക്കാൻ പാഞ്ചാലിക്ക് സാധിച്ചത്. അപ്പൊ അവർക്കൊക്കെ ഭക്തിയിലൂടെ ഉയരാൻ സാധിച്ചു എന്നാണ്. ഭക്തിയുള്ളതുകൊണ്ടാണ് ശരശയിൽ കിടക്കുമ്പോഴും ഭീഷ്മാചാര്യൻ തളരാതിരുന്നത്. ഭക്തിയുള്ളതുകൊണ്ടാണ് ഗാന്ധിജിയെപ്പോലുള്ള മഹാത്മാക്കൾ തോക്കിന് മുമ്പിൽ രാമ എന്ന് പറഞ്ഞു പോയത്. ആ ഭക്തിയാണ് നമുക്ക് കൈവരിക്കേണ്ടത്. ഭക്തിയിലാണ് ശക്തിയുണ്ടെന്ന് ഉള്ളതെന്ന് തിരിച്ചറിയണം. ഇങ്ങനെ പറഞ്ഞപ്പോ ആ അമ്മ പറയാണ്, കുട്ടി ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആ അറിവിലേക്ക് ഉയരാൻ അമ്മയെ ഒന്നുകൂടി സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോ
അമ്മയ്ക്ക് കുറേയും കൂടി ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് പുത്രൻ. ഈ ഭാഗത്തെയാണ് സാഖ്യയോഗം എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ ഫിസിക്സ് ആണ് സാഖ്യയുഗം. ഊർജ്ജതന്ത്രമാണ് ഈ കാവ്യലയോപാഖ്യാനത്തിലെ സാഖ്യശാസ്ത്രം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതവർഷത്തിൽ അവതരിച്ച മഹാപുരുഷനാണ് ഈശ്വരകൃഷ്ണൻ എന്ന് പറയുന്ന പുരുഷൻ. ഈ ഈശ്വരകൃഷ്ണൻ എഴുതി വച്ചിട്ടുള്ള യോഗമാണ് സാഖ്യയോഗം. അതിനുശേഷം അത് കാലാഹരണപ്പെട്ടപ്പോ ഇപ്പോഴിതാ ഭഗവാൻ കപിലനായി അവതരിച്ച് വീണ്ടും അതിന് പുനർജീവനം കൊടുത്തിരിക്കുന്നു. ഇന്ന് ആധുനിക ഫിസിക്സ് എവിടെ നിൽക്കുന്നു? ആ കാര്യം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കാണാൻ സാധിച്ച ഒരു പൂർവികന്മാര് നമുക്കുണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാം. ഇന്ന് ആധുനിക ഊർജ്ജതന്ത്രം പോലും സമ്മതിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ 2 ശക്തികളെ ഉള്ളൂ എന്നുള്ളത്. ഏതാണത്? ഒന്ന് എനർജിയും, 2 കോൺഷ്യസ് എനർജിയും. അവരതിനങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ അവരതിനെ മെറ്റീരിയൽ എനർജി എന്ന് വിളിച്ചു. രണ്ടാമത് കോൺഷ്യസ് എനർജി എന്ന് മറ്റൊന്നിനെ വിളിച്ചു.